പൊളിറ്റിക്കലല്ലാത്ത ആരും ഇവിടെ ഇല്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ലോകത്ത് പൊളിറ്റിക്സ് ഇല്ല. നിങ്ങളല്ലാതെ ഒരാളിവിടെ ഉണ്ടെങ്കിൽ പൊളിറ്റിക്സ് വരും. വൈ? ബിക്കോസ് ദ റിസോഴ്സസ് ആർ ലിമിറ്റഡ്, യുവർ ഫ്രീഡം ഈസ് ലിമിറ്റഡ്. കാരണം നമ്മളുടെ സ്വാതന്ത്ര്യം വേറൊരാളുടെ മൂക്കിൽ തുമ്പിൽ അവസാനിച്ചില്ലെങ്കിൽ അയാൾ കാരണം ഞാനോ, ഞാൻ കാരണം അയാളോ കൊല്ലപ്പെടും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു കരാറാണ്. ഈ ധാരണ എങ്ങനെ വേണം, എന്തൊക്കെ ധാരണകൾ വേണം, എന്തൊക്കെ കണ്ടീഷൻസ് വെക്കണം എന്ന് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായമാണ് പൊളിറ്റിക്സ്. ഹൗ ടു ഗവേൺ, സമൂഹം എങ്ങനെ നടത്തിക്കൊണ്ടുപോകണം, അങ്ങനെ എല്ലാവർക്കും ഇല്ലല്ലോ. അതെങ്ങനെ വേണം എന്നുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് എൻ്റെ പൊളിറ്റിക്സ്. അപ്പൊ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുകയും എനിക്ക് പൊളിറ്റിക്സ് ഇല്ല എന്ന് പറയുകയും ഒരാൾ ചെയ്താൽ എൻ്റെ അർത്ഥം അയാൾക്ക് പൊളിറ്റിക്സ് എന്താണെന്ന് അറിഞ്ഞുകൂടാന്ന് മാത്രമാണ്. എനിക്ക് മൂക്കൊന്നും ഇല്ല എന്നൊരാൾ പറയുകയാണ് എന്നുവെച്ചാൽ അർത്ഥം ഇത് മൂക്കാണെന്ന് അയാൾക്ക് അറിയത്തില്ല. മുഖത്ത് 2 കണ്ണുകൾക്ക് താഴെ പൊങ്ങി നിൽക്കുന്ന ആ സാധനമാണ് മൂക്ക് എന്നറിയാവുന്ന ആളിനെ മൂക്കുണ്ടെന്ന് സമ്മതിക്കാൻ പറ്റും. ബാക്കിപ്പോ ഞാൻ പൊളിറ്റിക്സ് പറയുന്നതല്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് നല്ല ഒന്നാന്തരം പൊളിറ്റിക്കൽ ഒപ്പീനിയൻ പറയും. എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ട്, നമുക്കും പൊളിറ്റിക്സ് ഉണ്ട്. എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റിയിൽ ബേസ് ചെയ്തിട്ടുള്ള, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു സമൂഹമാണ് എനിക്ക് വേണ്ടത്. ഞാൻ അതിനു വേണ്ടിയായിരിക്കും സംസാരിക്കുന്നത്. വേറൊരാൾ ഇനിക്വാലിറ്റിയിൽ ഇരിക്കുന്ന ഹയറാർക്കി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പറയുന്നത് വേറൊരു പൊളിറ്റിക്സ് ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. മൈ പൊളിറ്റിക്സ് ഈസ് ബേസ്ഡ് ഓൺ ഡെമോക്രസി ആൻഡ് ഇക്വാലിറ്റി. പിന്നെ എല്ലാ അസോസിയേറ്റഡ് കാര്യം, എല്ലാ മനുഷ്യരും ഒരുപോലെയാണോ എന്നുള്ള ആഗ്രഹമാണ് എൻ്റെ ആഗ്രഹമാണ്. അത് പറഞ്ഞത് പ്രകൃതിയിൽ അങ്ങനെ ഇക്വാലിറ്റി ഒന്നും കാണാൻ പറ്റില്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് മൈ പൊളിറ്റിക്സ്.